ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു ട്രക്കിങ്ങിന് പോകണം. അതായത് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ വയനാട് ജില്ലയിൽ തന്നെ അമ്പലവയലിനടുത്തുള്ള ചീങ്ങേരി ഹിൽസ് എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഇതതിൻ്റെ എൻട്രി പോയിൻ്റാണ്. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കേണ്ടത്. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. രാവിലെ 6 മണിക്ക് തന്നെ ഇവിടെ ഓപ്പൺ ആവുന്നതാണ്. ആ സമയം നമ്മളിവിടെ എത്തിയ കറക്റ്റ് ടൈമിൽ ടിക്കറ്റ് എടുത്ത് മുകളിലോട്ട് കയറാം. ഇപ്പം നമുക്ക് ഈ ക്ലൗഡ് ബെഡൊക്കെ കാണാൻ പറ്റുന്നൊരു ടൈമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഞാനൊരു ഫ്രണ്ടും കൂടിയാണ്, വൈഫിനെ കൂട്ടിയില്ല. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പായിട്ടുണ്ട്. തണുപ്പ് കുറവാണ്, പക്ഷെ നല്ല കോടയുണ്ട് കേട്ടോ എല്ലായിടത്തും. പിന്നെ ഇവിടെ ഞങ്ങൾ വന്നപ്പോഴും നല്ല കോടയാണ്. മുകളിലോട്ട് പോകുന്ന വഴിയൊന്നും അങ്ങനെ തെളിഞ്ഞ് കാണുന്നില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. ഇതിന് മുന്നേ നമ്മൾ സൺറൈസ് കാണാൻ കൂടുതലും പോയിക്കൊണ്ടിരുന്നത് കുറുമ്പാലക്കോട്ടയായിരുന്നു. അതാണ് എനിക്ക് കുറച്ചുകൂടി അടുത്താണ് വീടിൻ്റെ അവിടെ നിന്ന്. കുറച്ച് ലോങ്ങാണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. കയറുന്ന വഴിയൊക്കെ ഇങ്ങനെ കേട്ടോ. ഇത് അത്യാവശ്യം ട്രക്ക് ചെയ്ത് കുറച്ച് മുകളിലോട്ട് കയറാനുണ്ട്. അപ്പോൾ പോകുന്ന വഴിയൊക്കെ അങ്ങനെ പയ്യെ കാണിച്ചു തരാം. പാറയാണ് കേട്ടോ, മൊത്തം പാറയിലൂടെ വേണം നമ്മൾ നടന്നു കയറാൻ വേണ്ടി. വഴുക്കലും കാര്യമൊന്നുമില്ല, മഴയല്ലാത്തതുകൊണ്ട്. പക്ഷെ നല്ല കോടയായിട്ട് മുകളിലോട്ടൊന്നും കാണുന്നില്ല. നമ്മൾ കയറി കുറച്ചങ്ങ് എത്തുമ്പോൾ കിട്ടിയ വ്യൂ കേട്ടോ ഇത്. അപ്പോൾ തന്നെ അവിടെ ക്ലൗഡ് ബെഡ് എന്ന് പറയാൻ പറ്റില്ല, കോടയൊക്കെ നിറഞ്ഞ് കറക്റ്റ് അതൊന്നും വിസിബിൾ ആവുന്നില്ലായിരുന്നു. ഈ വൈറ്റ് ഫ്ലാഗ് കണ്ടോ, ഇത് നമുക്ക് പോകുന്ന വഴി അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്ലാഗ് നോക്കിയിട്ട് വേണം നമ്മൾ മുകളിലോട്ട് കയറി പോകാൻ വേണ്ടി. കുറച്ചൊന്ന് എത്തിയപ്പോൾ കണ്ടതാണ് ഇതുവഴിയാണ് നമ്മൾ കയറേണ്ടത്. കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കയറൊക്കെ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിടിച്ചിട്ടും നമുക്ക് കയറി പോകാവുന്നതാണ്. ഇന്ന് ക്ലൗഡ് ബെഡ് കിട്ടുമോ കിട്ടില്ലോ എന്നൊരു ഡൗട്ട് വെച്ചിട്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നലെ തലേദിവസം നല്ല മഴയായിരുന്നു. മഴ പെയ്തുള്ള പിറ്റേ ദിവസം ചിലപ്പോൾ അങ്ങനെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് അട്ടത്തിൻ്റെ ടോപ്പ്. അപ്പോൾ അത്രയും ഹൈറ്റിലോട്ട് നമ്മൾ കയറാനുണ്ട്. മൊത്തം പാറയാണ്, പാറയിലൂടെയാണ് നടന്ന് പോകേണ്ടത് തോന്നുന്നുണ്ട്. ഈ കാണുന്ന ഒരു വഴിയിലൂടെ വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ നല്ല പച്ചയായി കിടക്കുകയാണ് സ്ഥലമൊക്കെ, നിറയെ പൂക്കളും കാര്യമൊക്കെ ഉണ്ട്. മോർണിംഗ് അവരുടെ മഞ്ഞൊക്കെ ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. പോകുന്ന വഴിക്ക് ഏറുമാട് എന്തോ കെട്ടി വെച്ചിട്ടുണ്ട്. അധികം പൊക്കമൊന്നുമില്ല, ചെറുതാണ്. ഇതങ്ങനെ അത്ര തിരക്കുള്ള സ്ഥലമൊന്നും തോന്നുന്നില്ല. കാരണം നമ്മൾ വരുമ്പോൾ താഴെ കുറച്ച് വണ്ടികളുണ്ടായിരുന്നു. ടിക്കറ്റ് എടുക്കാനൊന്നും വേറെ ആരും കണ്ടതില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നു. കുറച്ച് ബൈക്കും കാറും കിടപ്പുണ്ട്. കാരണം മുകളിൽ ആളുകൾ ഓൾറെഡി എത്തിയെന്നാണ് തോന്നുന്നുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റ് 6:15 ആയപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്നാണ് കേട്ടോ ട്രക്കിങ്ങിൻ്റെ കുറച്ച് കടുപ്പേറിയ ഭാഗം വരുന്നത്. ഇവിടുന്ന് അത്യാവശ്യം മുകളിലോട്ട് കയറാനുണ്ട്. അത് മൊത്തം നമ്മൾ പാറയിലൂടെ വേണം കയറാൻ. അപ്പോൾ മുകളിൽ വരെ കയറെങ്ങാനും കെട്ടി വെച്ചിട്ടുണ്ട്. കയറ് പിടിച്ച് നമ്മൾ മുകളിലോട്ട് എത്തണം. ഏകദേശം പോകുന്ന വഴി തന്നെ മൊത്തം കോട കയറി വരുന്നുണ്ട്. ഞങ്ങൾ നല്ല ഭംഗിയാണ് രാവിലെ തന്നെ കാണാൻ വേണ്ടി. തണുപ്പ് പറയാൻ തണുപ്പായിട്ടില്ല, പക്ഷെ കോടയാണ് മൊത്തം. ഇത്രയും വലിയ കോടയുടെ ഇടയിൽ നിന്ന് ഇപ്പോൾ സൂര്യനൊക്കെ കാണാൻ കിട്ടുമെന്നാണ് അറിഞ്ഞൂടാ. ക്ലൗഡ് ബെഡും കിട്ടാൻ വലിയ ചാൻസ് ഇല്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പോകുന്ന വഴിക്കൊക്കെ ഇതിങ്ങനെ കാണുമ്പോൾ ക്ലൗഡ് ബെഡ് കിട്ടില്ലൊക്കെ പിന്നെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും. അങ്ങനെ എല്ലാ ദിവസമൊന്നും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ചിലവർക്ക് ചിലപ്പോൾ കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. ചിലപ്പോൾ ഇങ്ങനെ മൊത്തം കോടയായിരിക്കും. ഇത് ഏകദേശം ഇതിൻ്റെ ഒരു ടോപ്പിലെത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ കുറച്ച് ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട്. അവിടെ ഫ്ലാഗും കാര്യമൊക്കെ ഉണ്ട്. അവർ നിൽക്കുന്ന താഴെ ഭാഗത്തൂടെ നമ്മൾ കുറച്ചുകൂടി ഇപ്പുറത്തോട്ട് നടന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ കിട്ടിയൊരു വ്യൂ ആണ് ഇങ്ങനെ. അത്ര ക്ലൗഡ് ബെഡ് അങ്ങനെ ക്ലിയറായി കാണുന്നില്ല, പക്ഷെ വെള്ള കളർ പോലെ ഇങ്ങനെ ഉണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഒന്നും കൂടി തെളിഞ്ഞു വരുമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെ കാണാൻ. ലാസ്റ്റിലാണ് നമുക്ക് കിട്ടിയാൽ കുറച്ച് ബെസ്റ്റ് ക്ലിപ്പെല്ലാം ആഡ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ തുടക്കത്തിൽ നമുക്ക് കിട്ടിയാണ്. കാരണം 6:45 ടൈമിനാണ് കേട്ടോ ഈ ഒരു ക്ലൈമറ്റ് അവിടെ. ഏകദേശം കുറച്ചും കൂടി ഒന്ന് കളറായി വന്നിട്ടുണ്ട്. നമ്മൾ നടന്നു വന്ന ക്ഷീണമൊക്കെ അതിന് പൊക്കത്തെത്തുമ്പോഴേക്ക് മാറും. കാരണം മുകളിൽ നല്ല തണുത്ത കാറ്റുണ്ട്. അവിടെ ഒരു 5 മിനിറ്റ് ഇരുന്നാൽ തന്നെ വന്ന ക്ഷീണമെല്ലാം അങ്ങ് മാറിക്കിട്ടും. മുകളിൽ കുറച്ച് ആൾക്കാരുണ്ട്, 8-10 ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. അവരെല്ലാം ഓരോരോ സൈഡിൽ പോയി ഇരിക്കുന്നുണ്ട്. ക്ലൗഡ് ബെഡൊക്കെ ഒരുപാട് ദൂരെയായിട്ടോ കേട്ടോ, കാരണം അടുത്തില്ല. ഇനി ഇവിടേക്ക് വരലുണ്ടോ എന്നറിയില്ല. ഇന്ന് നമുക്ക് കിട്ടിയത് ഒരുപാട് ദൂരത്തായിട്ടാണ്. അവിടുന്ന് കുറച്ച് അടുത്തൊരു സൈഡിലോട്ട് നമ്മൾ നടന്നു പോയി.
ഒരുപാടൊക്കെയാണ് അതിൻ്റെ ഉൾപ്പെടെ വേണം ജസ്റ്റ് നടന്നു പോകാൻ വേണ്ടി. ഇവിടെ ഒരു വലിയൊരു പാറ കണ്ടിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ മുകളിൽ കയറാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ എത്തിയപ്പോഴേക്ക് ഏകദേശം വ്യൂ അത്യാവശ്യം ഭംഗിയായി തുടങ്ങി കേട്ടോ. സൂര്യൻ്റെ കളറൊക്കെ അങ്ങ് വന്നു, മേഘങ്ങളും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഏത് സ്പോട്ടും അത്യാവശ്യം കറക്റ്റായിട്ട് നമുക്ക് ക്ലൗഡ് ബെഡ് കിട്ടുന്ന ഏരിയ തന്നെയാണ്. സ്റ്റാർട്ടിങ്ങിന് അവിടെ നിന്നല്ല, കുറച്ചുകൂടി ഇപ്പുറത്തോട്ട് വന്നാൽ, ബാക്ക് സൈഡിലോട്ട് വന്നാൽ ചിങ്ങേരി ഹിൽസിൻ്റെ ഒരു ബ്യൂട്ടി പറഞ്ഞ ഈ ഒരു വ്യൂ ആട്ടോ. എല്ലാ ദിവസവും കിട്ടില്ല, പക്ഷെ ഇന്ന് ഞങ്ങൾ പോയപ്പോൾ അത്യാവശ്യം നല്ല ഭംഗി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇടയ്ക്കൊക്കെ ഒന്ന് നേരത്തേക്ക് എഴുന്നേറ്റ് ഒരു സൺറൈസൊക്കെ കാണാൻ ശ്രമിക്കുക. കാരണം ഇതിങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ആവും. നമ്മളീ കാണുന്നതിൻ്റെ നേരെ ബാക്ക് സൈഡ് പറഞ്ഞാൽ ക്ലിയർ സ്കൈ, നീല കളറൊക്കെ ആയിട്ടാണുള്ളത്. മുൻ സൈഡ് അങ്ങനെയും ബാക്ക് സൈഡ് ഇങ്ങനെയാണുള്ളത്. അവിടെ കുറച്ച് പൂക്കളും കാര്യമൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഭംഗി പറഞ്ഞാൽ അടിപൊളി. അങ്ങനെ ബാക്ക് സൈഡിൽ നിന്ന് സൂര്യനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇത് അതിൻ്റെ ബാക്ക് സൈഡ് ആട്ടോ. ഇവിടെയും ക്ലൗഡ് ബെഡ് ഉണ്ട്, കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഇവിടെ, നീല കളറൊക്കെ ആയിട്ട്. അതൊക്കെല്ലാം കണ്ട് നമ്മൾ തിരിച്ചിറങ്ങി. താഴോട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം കയറുന്ന പോലെ തന്നെയാണ് ഇറങ്ങുന്നതും. ഇറങ്ങുമ്പോൾ കുറച്ചുകൂടി എക്സ്ട്രാ ബുദ്ധിമുട്ടുണ്ട്, കാരണം സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ കാൽമുട്ടൊക്കെ വേദന എടുക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കുറച്ച് കയറൊക്കെ പിടിച്ചങ്ങനെ ഇറങ്ങി. അവിടെ നിന്നത്തെ ട്രിപ്പ് കഴിഞ്ഞു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.